നിന്റെ ബോഡി ടച്ചും കുറച്ച് നിന്റെ തനി സ്വഭാവം നിനക്കറിഞ്ഞൂടാ. നിന്റെ സ്റ്റുഡിയോയും കോപ്പും ഒക്കെ കൂടെ ഞാൻ വാരിട്ട് കത്തിക്കും പുല്ലേ. എന്താ പൂക്കുട്ടാ? എന്താന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കടാ. കടപ്രഥമനും പാൽപായസവും സദ്യയൊക്കെ വെച്ച് തന്ന് സ്വന്തം സഹോദരനെ പോലെ നിന്നെ സൽക്കരിച്ച എന്റെ പാവൻ രേണുവിനെ അതാണോ കാര്യം? അപ്പുക്കുട്ടാ, മട്ടും പാവവും ഒക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ ആദ്യം വിചാരിച്ചു തന്റെ ഭാര്യ ഒരു പാവമായിരിക്കുന്നു. പക്ഷേ കാണാൻ കൊള്ളാവുന്നവരുടെ കൂടെ കാറി കയറി പോകുന്ന തന്റെ ഭാര്യ പാവമാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾ വിശ്വസിക്കുവോ? എന്താ പേര്? കൊച്ചിരാമൻ. കൊച്ചിരാമട്ടം വിശ്വസിക്കുവോ? ഇല്ല. ഒരു ദിവസം ഡോക്ടറോടെ പോകുന്നു, വേറെ ദിവസം വേറെ ആളുടെ പോകുന്നു. പിന്നെ ഇതിനെയൊക്കെ മറുപടിക്കാൻ ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ. സ്വന്തം ഭാര്യയുടെ നെറ്റിൽ നല്ലവളാണെന്നുള്ള ലേബർ എഴുതി ഒട്ടിച്ചോണ്ട് മാത്രം അവള് നല്ലവളാവില്ലടോ. അവൾ എവിടെ പോകുന്നു, ആരോടെ പോകുന്നു, എന്തിന് പോകുന്നു, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതാണ് ഭർത്താവ്. ഞാൻ എന്റെ 2 കണ്ണോട് കണ്ടതാ. തനിക്ക് കാണണോടോ തന്റെ ഭാര്യയുടെ തനി നിറം? ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് പറയണോ തന്റെ ഭാര്യ നല്ലവളാണോ ചീത്തയാണോന്ന്? താൻ പറയണ സ്ഥലത്ത് തന്റെ ഭാര്യ ഞാൻ കൊണ്ടുവരാം. ഞാൻ കൊണ്ടുവരൂടോ. എന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിയോടാ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അറിവ് പറഞ്ഞു തരാനുള്ള ബുദ്ധിയോ വിവരമോ എനിക്കില്ല. എന്നാലും പറയുകയാണ്, മുതലാളി ഇതേക്കുറിച്ചൊന്നും ഭാര്യയോട് ചോദിക്കരുത്. സ്വന്തം ഭാര്യയെ ഭർത്താവ് സംശയിക്കുന്നു എന്ന് തോന്നിയാലുള്ള അവസ്ഥ ഏത് സ്ത്രീക്കാ സഹിക്കാനാവുക? ഞാൻ കുടിക്കാൻ വല്ലതും എടുക്കാം. പ്രേമൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാ ഇവിടെ നിന്ന് സംസാരിക്കാം. അപരിചിതർക്കുള്ളതാണ് ഈ സിറ്റ് ഔട്ട്. എന്ന് തുടങ്ങി ഈ പരിചയക്കുറവ്? സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിക്കേണ്ടതല്ലോ നമ്മൾ തമ്മിലുള്ള വിഷയം. മതിൽക്കെട്ടിന് പുറത്തു പോയാ നാളെ ചുമരെടുത്ത് ഉറപ്പാ. എന്താ നാവിറങ്ങിപ്പോയോ? പുറത്തിറങ്ങി സംസാരിക്കണോ? ആവാം. പക്ഷേ എനിക്കിത്തിരി വോളിയം കൂടുതലാ. വേണോ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാം പറഞ്ഞവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാ. അതിനു മുമ്പ് ഒരു പ്രത്യുപകാരം ചെയ്യണം. ഒരിക്കൽ രേണു എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് മാനേജ് ചെയ്യാൻ. തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിലും ഞാൻ രേണുവിന്റെ ഭർത്താവായി. ബട്ട് നൗ തിരിച്ചെനിക്ക് വേണ്ടിയും ഒന്ന് മാനേജ് ചെയ്യണം. എന്റെ ഭാര്യയാകണം. ഞെട്ടണ്ട. നൗ ഫോർ മൈ ലൈഫ്. ഒറ്റ ദിവസത്തേക്ക് മാത്രം. ജസ്റ്റ് 1 ഡേ. അതും രാത്രിയല്ല, പകൽ. തെറ്റായ വഴിക്കുമല്ല, സ്വല്പം വ്യാപാരം. എന്റെ ഒരു വലിയ കസ്റ്റമർ 1 മിസ്റ്റർ മോത്തിലാൽ നാളെ എന്റെ ഔട്ട് ഹൗസിൽ വരും. അയാൾക്ക് മുഖം കൊടുത്ത് ഒന്ന് സൽക്കരിക്കണം. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് മദ്യവും ഭക്ഷണവും ഒക്കെ എന്റെ ഭാര്യയെ പോലെ നിന്ന് ഒന്ന് വിളമ്പി കൊടുക്കണം. ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഞാനിവിടെ തിരിച്ചുകൊണ്ടാക്കാം. അതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കും. വേണം. എന്റെ കാലിൽ ചെരുപ്പുണ്ട്. ചെരുപ്പുകൊണ്ട് മുഖത്തടിക്കാനല്ലേ കഴിയൂ? അപ്പുക്കുട്ടനും നീയും തമ്മിലുള്ള ബന്ധം ദാ ഇതോടെ കഴിയും. അത് കീറി. എനിക്ക് വയ്യ. അതിബുദ്ധി പെണ്ണുങ്ങൾക്ക് ചില കാര്യങ്ങൾക്കേ ഉള്ളൂ. ഈ ഫോട്ടോ പോയാൽ ഇതിന്റെ നെഗറ്റീവ്സ് എന്റെ കയ്യിലുണ്ടെന്ന കാര്യം പാവം രേണു മറന്നു.
എന്റെ ജീവിതം നശിപ്പിക്കരുത്. ആരുടെയും ജീവിതം നശിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല. അതുപോലെ ആരും വഞ്ചിക്കപ്പെടുന്നതും എനിക്കിഷ്ടമല്ല. ഇന്ന് ചിങ്ങം അവസാനിക്കുകയാണ്. നാളെ പുതിയ മാസം. ഞാൻ ആവശ്യപ്പെട്ട ഈ ചെറിയൊരു നാടകം കൂടി കളിച്ചു തീർന്നാൽ അപ്പ തന്നെ തിരശ്ശീലയിടും എന്നേക്കുമായി. പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. രേണു ഭയപ്പെടുന്ന നൈറ്റീസ് കയ്യോടെ തിരിച്ചു തരും. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ, ഓക്കെ? മോത്തിലാല് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. ചെല്ല്. വാക്ക് കൊടുത്ത തെറ്റിക്കുന്നവനല്ല പ്രേമൻ. മോത്തിലാൽ നിന്നെ എന്റെ ഭാര്യയായിട്ട് മാത്രമേ കാണൂ. മടിക്കണ്ട, ചെല്ല്. ഞാൻ പിന്നാലുണ്ടാവും. ചെല്ലുന്ന്. കഴിവറ മോളെ, എന്നെയാണോ ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ച് കൂടെ കൊണ്ടുവന്നത്? അപ്പുക്കുട്ടന്റെ സ്ഥാനത്ത് ഇപ്പൊ ശരിക്കും മോത്തിലാലായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ഒറ്റൊരുത്തനും ഇതിനെല്ലാം കാരണക്കാരൻ. സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവളെ രേണു. പക്ഷേ അവൾ ആഗ്രഹിച്ചു അവളുടെ ഭർത്താവ് അവൾ ഇഷ്ടപ്പെടുന്ന വേഷത്തിൽ നടക്കണമെന്ന്, സമൂഹത്തിന് മുമ്പിൽ അല്പം സ്റ്റാറ്റസ് ഉണ്ടാക്കണമെന്ന്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ചിന്തിക്കൂ. പക്ഷേ നിങ്ങൾ അതിന് തയ്യാറായില്ല. എല്ലാം ഞാൻ പറയാം. രേണുവിടെ രേണു, 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 ഡോക്ടർ